മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. കരുവാരക്കുണ്ട് പാന്ത്രയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. 1.5 മാസത്തോളമായി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, എപ്പോഴാണ് കടുവ കൂട്ടിലകപ്പെട്ടത്? നാട്ടുകാരെ സംബന്ധിച്ച്, പ്രദേശവാസികളെ സംബന്ധിച്ച ആശ്വാസകരമാണ്. ഇത്ര ദിവസമായി ഭീതിയോടെ കഴിയുകയായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? കരുവാരക്കുണ്ട് പാന്ത്രയിൽ സുൽത്താന എസ് വളവിലാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിലധികമായി, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 53 ദിവസത്തോളമായി കടുവക്കായുള്ള തിരച്ചിൽ ഇവിടെ തുടരുകയായിരുന്നു. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഭീതിക്ക് ഒരു അറുതിയായാണ് ഇപ്പോൾ കടുവ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മെയ് 15-നാണ് ചോക്കാട് കല്ലാമുല സ്വദേശിയായ ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിക്കുന്നത്. തുടർന്ന് ആയിരുന്നു ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടക്കുന്നത്. കാളിക്കാവിൽ അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ സാവത്തൻകാടിൽ വെച്ചായിരുന്നു ടാപ്പിങ്ങിന് പോയ സമയത്ത് ഗഫൂർ അലിയെ കടുവ ആക്രമിക്കുന്നത്. തുടർന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടായിരുന്നു ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി ഇവിടെ നടത്തിയിരുന്നത്. എന്നാൽ വളരെയേറെ ദിവസം ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും, കടുവയെ പല ഘട്ടങ്ങളിലും കണ്ടിരുന്നെങ്കിലും അതിനെ പിടികൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഏറ്റവും ആശ്വാസകരമായിരിക്കുന്നത് 53 ദിവസം പിന്നിട്ടപ്പോഴേക്കും ഇപ്പോൾ കടുവ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടിരിക്കുന്നത്. ഇനി കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ റേഡിയോ കോളർ സ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അല്ലാത്ത പക്ഷം കടുവയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളത് കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് കടുവയെ ഇനി എങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിലും റേഡിയോ കോളർ സ്ഥാപിക്കാതെ ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഒരുപക്ഷെ സൂവിലേക്കോ മറ്റോ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും റേഡിയോ കോളർ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. അതില്ല എങ്കിൽ റേഡിയോ കോളറുമായി വരാത്ത പക്ഷം ഈ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ കടുവ നേരത്തെ ഗഫൂറിനെ ആക്രമിച്ച കടുവ തന്നെയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇവിടെ ഈ കടുവയ്ക്കായുള്ള കൂട്ടിൽ പുലി അകപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ കൂട്ടിലകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആ കടുവ തന്നെയാണ് എന്ന് കൂടി സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം. നിലവിൽ ജംഷീർ പറഞ്ഞതുപോലെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം അതാണ്. അതായത് അന്ന് പുലി കൂട്ടിലകപ്പെട്ടത് കൊണ്ടുകൂടി ഇത് ആ കടുവ തന്നെയാണോ എന്നത് വനംവകുപ്പിന് അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ചൊരു വ്യക്തത പറയുന്നില്ല. അവിടെ ചെന്ന് അത് കൃത്യമായി മനസ്സിലാക്കി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അല്പം മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കടുവ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് ആ കടുവ തന്നെയാണോ അതോ മറ്റൊരു കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ആശങ്ക തന്നെയാണ്. കാരണം ദിനം പ്രതി ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഈ മലയോര മേഖലകളിലുള്ള ആളുകൾക്ക്. നമുക്കറിയാവുന്നതുപോലെ ഈ കടുവ ആക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് ഈ മേഖലയിൽ ആളുകൾ കർഷകർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. മലമുകളിലൊക്കെ റബ്ബർ ടാപ്പിങ്ങും വാഴകൃഷി ഉൾപ്പെടെയുള്ള കൃഷി നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഈ ഏരിയ മുഴുവൻ പ്രധാനമായും കാർഷിക മേഖലയെ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാന കൃഷി ആവശ്യങ്ങൾക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ ഉപജീവന മാർഗം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ ഇത്രയും ദിവസം, അതായത് നമ്മൾ ഈ പറയുന്ന 1.5 മാസത്തിലധികമായി അവർക്ക് കൃത്യമായി അവർ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അത് ഈ ഗ്രാമത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആകെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല തവണയായി അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ കടുവയെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലും ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തിന്റെ മുന്നിൽ ഈ കടുവ അകപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ കടുവയെ വെടിവെക്കാനോ അല്ലെങ്കിൽ അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങളോ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും ഇത്രയും ദിവസങ്ങൾക്കൊടുവിലാണെങ്കിൽ പോലും
ഇപ്പോൾ കടുവ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന ആശ്വാസമുണ്ട്. എങ്കിൽ പോലും ഇനി ഈ കടുവയെ എവിടെയാണ് തുറന്നുവിടുന്നത്, എവിടെയാണെങ്കിൽ പോലും റേഡ് സോളർ ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയൂ എന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നാട്ടുകാർ നീങ്ങുന്നത്. ഏതായാലും ആശ്വാസവും ആശങ്കയും ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. തന്നെയാണ്. ശരി സാജിദ്, കടുവ പിടിയിലായിരിക്കുന്നു, കൂട്ടിൽ വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. ഇത് ആളെക്കൊല്ലി കടുവ തന്നെയാണോ എന്നുള്ള കാര്യം ഇതുവരെ വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിൽ നേരത്തെ പുലി കുടുങ്ങിയിരുന്നു. അതുകൊണ്ട് പ്രദേശവാസികളെ സംബന്ധിച്ച് ഒരു കടുവ കുടുങ്ങിയിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ സംഭവം പ്രദേശവാസികൾക്ക് കരുവാരക്കുണ്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുണ്ടാക്കുന്നതാണ്.